إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الناس أوصيكم أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, പ്രപഞ്ച രക്ഷിതാവായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തുസൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണം എന്ന് ഓരോരുത്തരെയും ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. 5 നേര നമസ്കാരം ജമാഅത്തായി നിർവഹിക്കേണ്ടതിൻ്റെ പ്രാധാന്യമാണ് കഴിഞ്ഞ ഖുത്ബയിൽ നാം കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തത്. പള്ളിയിൽ വെച്ചാണെങ്കിലും അല്ലെങ്കിലും ഒന്നിലധികം ആളുകളുണ്ടെങ്കിൽ, അത് വീട്ടിലാണെങ്കിൽ പോലും അവർ ജമാഅത്തായി ആ നമസ്കാരം നിർവഹിക്കുക എന്നതാണ് നമസ്കാരങ്ങളുടെ നിർവഹണവുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചത് എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ നാം ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. യുദ്ധ സന്ദർഭങ്ങളിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അവരുടെ ജീവിതത്തിൽ മാതൃകയായി കാണിച്ചത് ഖൗഫിൻ്റെ സന്ദർഭത്തിലുള്ള ആ നമസ്കാരം, കയ്യിൽ ആയുധമേന്തി യുദ്ധഭൂമിയിൽ ആ ജിഹാദിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വേളയിൽ പോലും നമസ്കാരത്തിൻ്റെ സമയമായാൽ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ ജമാഅത്തായി ആ നമസ്കാരം നിർവഹിക്കണമെന്ന വിശുദ്ധ ഖുർആനിൻ്റെ ആഹ്വാനവും നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. അതോടൊപ്പം പള്ളിയുടെ പരിസരങ്ങളിലുള്ളവർ, പള്ളിയുടെ വിളിപ്പാടകലെയുള്ള ആളുകൾ ഓരോ വഖ്ത് നമസ്കാരവും ആ പള്ളിയിൽ നടക്കുന്ന ജമാഅത്ത് നമസ്കാരം, പള്ളിയിലെ ബാങ്കിന് ശേഷം നിശ്ചിത സമയത്തിന് ശേഷം ഇഖാമത്ത് കൊടുത്ത പള്ളിയിൽ നടക്കുന്ന 1-ാം ജമാഅത്ത്, ആ ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുക എന്നത് നിർബന്ധമാണ് എന്നത് വിശുദ്ധ ഖുർആനിൻ്റെ വിശദീകരണമായ ഹദീസുകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ്. അതിൽ ഉസ്റുള്ള ആളുകൾക്ക് മാത്രമാണ് ഒഴിവ് കഴിവുള്ളത് എന്നതും കഴിഞ്ഞ ഖുത്ബയിൽ നാം മനസ്സിലാക്കിയതാണ്. ഈ വിഷയങ്ങളുടെ പ്രാധാന്യം ഒട്ടും ചോർന്നു പോവാതെ നമ്മുടെ മനസ്സുകളിലും നമ്മുടെ ജീവിത പാന്താവുകളിലും നിറഞ്ഞു നിൽക്കുക എന്നത് നമ്മുടെ കടമയാണ്. വിശുദ്ധ ഖുർആനിൻ്റെ വിശദീകരണമാണ് ഹദീസ് എന്നത് ഇസ്ലാമിക പ്രമാണങ്ങളോടുള്ള ആ വിഷയങ്ങളിലെ നമ്മുടെ അടിസ്ഥാന ബോധ്യമാണ്. ആ നിലക്ക് ഹദീസുകൾ പരിശോധിക്കുമ്പോൾ ജമാഅത്ത് നമസ്കാരത്തിന്റെ വിഷയത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചിരുന്ന നിലപാടുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു പള്ളിയുടെ പരിസരത്തുള്ള ഒരാൾ, അയാൾക്ക് പ്രത്യേകിച്ച് പള്ളിയിലെ ജമാഅത്തിൽ പങ്കെടുക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല, യാതൊരു ഉദറുമില്ല. എന്നിട്ടും അയാൾ പള്ളിയിലേക്ക് കടന്നു വരാതെ
അയാളുടെ സൗകര്യാനുസരണം വീട്ടിൽ വെച്ചിട്ടാണ് ആ നമസ്കാരം നിർവഹിക്കുന്നത് എങ്കിൽ ഫലാ സ്വലാത്ത ലഹു, അയാൾക്ക് നമസ്കാരം നിർവഹിച്ചതിൻ്റെ പ്രതിഫലം ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അത്തരം ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായിരുന്ന രോഷവും അമർഷവും നമുക്ക് കാണുവാൻ സാധിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കരങ്ങളിലാണോ അവൻ തന്നെ സത്യം, പടച്ച റബ്ബ് സത്യം. നമസ്കാരത്തിന്റെ സമയമാകുമ്പോൾ വിറകുകൾ ശേഖരിക്കുവാൻ വേണ്ടി നിങ്ങളോട് നിർദ്ദേശിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. എന്നിട്ട് നമസ്കാരത്തിന്റെ സമയമായി എന്നറിയിക്കുന്ന ബാങ്ക് കൊടുക്കുവാൻ ഒരാളോട് നിർദ്ദേശിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് ഇഖാമത്ത് കൊടുത്ത് അവിടുത്തെ നമസ്കാരം ആരംഭിക്കുന്ന ഘട്ടത്തിൽ സുമ്മ ഉഖാലിഫു ഇലാ റിജാലിൻ ഫഉഹർരിഖ് അലൈഹിം ബുയൂതഹും, ആ സമയത്ത് പള്ളിയിലുള്ള ജമാഅത്ത് നമസ്കാരത്തിൽ ഉദ്റില്ലാതെ, തടസ്സങ്ങളില്ലാതെ, ശർഈയായ കാരണങ്ങളില്ലാതെ നമസ്കാരത്തിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന ആളുകൾ അവരുടെ വീടുകളിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഫഉഹർരിഖു അലൈഹിം ബുയൂതഹും, അവർ വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിലും അവരെ വീടോടെ ചുട്ടുമൂടാൻ, കത്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്നിട്ട് റസൂലുള്ള അനുബന്ധമായി പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹുവാണ് സത്യം, ലൗ യഅലമു അഹദുഹും അന്നഹു യജിദു അർഖൻ സമീന ഔ മിർമാതൈനി ഹസനതൈനി ലശഹിദൽ ഇശാ. ഇങ്ങനെ പള്ളിയിലെ ജമാഅത്തിൽ പങ്കെടുക്കാത്ത ആളുകൾക്കൊരു പ്രത്യേകതയുണ്ട്. പള്ളിയിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണമുണ്ടെന്ന് അറിയിച്ചാൽ അത് ഒരു ആടിൻ്റെ നല്ല കുളമ്പാണെങ്കിലും ഇനി അല്പം മാംസം അവശേഷിക്കുന്ന ഒരു എല്ലാകട്ടെ എന്തുമാകട്ടെ ഭൗതികമായ ഒരു വിഭവം പള്ളിയിലുണ്ട് എന്നിവരോടെങ്ങാനും പറഞ്ഞാൽ അവർ ഇശാ നമസ്കാരത്തിന് പങ്കെടുക്കുന്നത് നിങ്ങൾക്ക് കാണാം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആക്ഷേപസ്വരത്തിൽ അത്തരം ആളുകളെ കുറിച്ച് സൂചിപ്പിക്കുന്നു. അഥവാ ദുനിയവിയായ നേട്ടം ലഭിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ വരുമായിരിക്കും. കാരണം അവർക്കൊരു തടസ്സവുമില്ല. തടസ്സമില്ലാതെ ജമാഅത്ത് നമസ്കാരങ്ങളിൽ പങ്കെടുക്കാതിരിക്കുന്ന ആളുകൾക്ക് യാതൊരു ന്യായവുമില്ല എന്ന് കടുത്ത ശൈലിയിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചത്. ഞാൻ ഈ ഹദീസ് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ നാട്ടിലെ മഹല്ലുകളിൽ 99% പുരുഷന്മാർക്കും പള്ളിയിലെ ജമാഅത്തിൽ പങ്കെടുക്കുവാൻ ഏറെക്കുറെ സൗകര്യമുള്ളത് സുബ്ഹി ജമാഅത്താണ്. ഒരു പള്ളിയിൽ ആ മഹല്ലിന്റെ സുബ്ഹി ജമാഅത്തിൽ എത്ര പേര് പങ്കെടുക്കുന്നു എന്നതാണ് ആ നാട്ടിലുള്ള ദീനിനോട് താല്പര്യമുള്ള ആളുകളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നത്. ഒരു NRC വിവാദമുണ്ടാകുമ്പോൾ അത്തരം സമരങ്ങളിൽ ആവേശഭരിതരായി പങ്കെടുക്കുന്ന ആൾബലമല്ല നമ്മെ സംബന്ധിച്ചിടത്തോളം സന്തോഷിപ്പിക്കേണ്ടത്. പരിശുദ്ധ റമളാനിൽ മാത്രം പള്ളികളിൽ കണ്ടുവരുന്ന ആൾക്കൂട്ടമല്ല, ഏതെങ്കിലും വിശേഷ സന്ദർഭങ്ങളിൽ മാത്രം ഒരുമിച്ച് കൂടുന്ന ആൾക്കൂട്ടമല്ല. സുബ്ഹി ജമാഅത്തിന് പള്ളിയിൽ ജമാഅത്തായി ആളുകൾ പങ്കെടുക്കുന്നത് വലിയ പ്രാധാന്യമുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസ് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നു, ലൗ അലിമു അന്നഹും ലൗ ഹളറു സ്വലാത്ത് ലവജദു നഫ്അൻ ദുനിയവിയൻ മിനൽ മത്ഊമാതി മിസ്ല. പള്ളിയിലെ ജമാഅത്തിന് വരുമ്പോൾ ദുനിയവിയായി ഭൗതികമായി എന്തെങ്കിലും നേട്ടം ലഭിക്കുമെന്ന് തിരിച്ചറിയുന്നവരാണെങ്കിൽ അവർ ആ പള്ളിയിൽ വരും. നമസ്കാരത്തിന് മാത്രമായി പള്ളിയിൽ വരാൻ അവർക്ക് വലിയ താല്പര്യമുണ്ടാവില്ല. ഇശാ ജമാഅത്തിന് പള്ളിയിൽ ഇന്ന ഹാജിയാരുണ്ടാവും, അയാളെ ആ സമയത്ത് കാണാമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അന്ന് ഇശാ ജമാഅത്തിന് ആ പള്ളിയിൽ ആളെ നമ്മൾ കാണുന്നു. അങ്ങനെ തൻ്റെ ഭൗതികമായ ഒരു ആവശ്യത്തിന് ഒരാളെ കണ്ടുമുട്ടാനുള്ള ഇടത്താവളമായി പള്ളികളെ ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ ജമാഅത്ത് നമസ്കാരത്തിന്റെ പ്രാധാന്യം അറിയാതെ പോകുന്നവരാണ്. അവരെ സംബന്ധിച്ച് വീണ്ടും ഹദീസുകളിൽ കാണാം, ദുനിയാവിനോടാണ് ഇവർക്ക് താല്പര്യം, ഭൗതികതയോടാണ് ഇവർക്ക് പ്രണയം.
പരലോകത്ത് ഉപകാരപ്പെടുന്ന വിഷയങ്ങളിൽ ഇവർക്ക് യാതൊരു താല്പര്യവുമില്ല എന്നതുകൊണ്ടാണ് ജമാഅത്ത് നമസ്കാരങ്ങളിൽ അത്തരക്കാർ പങ്കെടുക്കാത്തത് എന്ന് ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഈ ഹദീസിന്റെ അനുബന്ധമായി പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് ഗൗരവപ്പെട്ട വിഷയമാണ്. ഇപ്പൊ സുബഹി ജമാഅത്തിന്റെ പ്രത്യേകത, സുബഹിക്ക് പള്ളിയിൽ വരാൻ കഴിയാത്ത ആളുകൾ ആ സമയത്തോ അതിനു മുമ്പോ ഒരു ടൂർ യാത്രയുണ്ട് എങ്കിൽ അവർക്ക് ഒരു ഉറക്ക തടസ്സവുമില്ല, അവർക്ക് ഒരുങ്ങി പുറപ്പെടാൻ പ്രയാസമില്ല. അവർ യാത്ര തിരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഭൗതികമായ ആവശ്യങ്ങൾക്ക് ഉറക്കമൊഴിക്കാനോ നേരത്തെ എഴുന്നേൽക്കാനോ തടസ്സമില്ലാത്ത ആളുകൾ ജമാഅത്ത് നമസ്കാരത്തിന്റെ വിഷയത്തിൽ അവർ കാണിക്കുന്ന വിരക്തിയും വിമുഖതയും അവരുടെ ഈമാനിന്റെ ദുർബലതയെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തു നൂറിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചില ആളുകൾ പറയും ജമാഅത്ത് നമസ്കാരം അത് പ്രധാനപ്പെട്ടതാണ്, പക്ഷെ എന്താ ചെയ്യാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ നമുക്കതിന് ചില സാഹചര്യങ്ങളില്ല. ഓരോരുത്തർ ഓരോ ഒഴിവ് കഴിവ് പറയും. ഇപ്പം അലാറം അറിഞ്ഞില്ല എന്ന് പറയുന്ന ആളുകൾ, രാത്രി വൈകി ഉറങ്ങി എന്ന് പറയുന്ന ആളുകൾ, ശാരീരികമായ അവശതയുണ്ട് എന്ന് പള്ളിയിൽ വരുന്നതിന് മാത്രം പറയുന്നവർ, അവർ ഓർക്കേണ്ട വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാ വ ഇഖാമിസ് സ്വലാ വ ഈതാഇസ് സകാത്ത്. 3 വിഷയങ്ങൾ. ഒന്ന് അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ, 2 നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുക, 3 സകാത്ത് അർഹതപ്പെട്ടവർക്ക് എത്തും വിധം നൽകുക. ഈ 3 വിഷയത്തിൽ ഒരു കൂട്ടം ആളുകൾക്ക് ഒരു തടസ്സവുമില്ല. അവരുടെ കച്ചവടം അവർക്ക് തടസ്സമല്ല, അവരുടെ ക്രയവിക്രയങ്ങൾ അവർക്ക് തടസ്സമല്ല. എന്തേ കാരണം? യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. ഹൃദയങ്ങളും കണ്ണുകളും ഇളകി മറിയുന്ന ഖിയാമത്ത് നാളിനെ അവർ ഭയപ്പെടുന്നു എന്നതുകൊണ്ടാണ് ഭൗതികമായ കാരണങ്ങൾ തടസ്സമാകാത്ത വിധം ഇസ്ലാമികമായ കാര്യങ്ങൾ അവർ നിർവഹിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ കണിശമായ ഒരു സമീപനത്തിലേക്ക് പ്രായപൂർത്തിയായ ആളുകൾ നിർബന്ധ സ്വഭാവത്തിൽ, പ്രത്യേകിച്ച് പള്ളിയുടെ വെളിപ്പാടകലയുള്ള ആളുകൾ നിർബന്ധമായ സ്വഭാവത്തിൽ ജമാഅത്ത് നമസ്കാരങ്ങളിൽ പങ്കെടുക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാർ ഈ വിഷയം എങ്ങനെ നോക്കിക്കണ്ടു എന്ന് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ അബ്ദുല്ലാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു നിവേദനം ചെയ്യുന്നു. മൻ സർറഹു അൻ യൽഖല്ലാഹ ഗദൻ മുസ്ലിമ. നാളെ പരലോകത്ത് ഒരു മുസ്ലിമായി, ഈമാനുള്ളവനായി അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന് ഇഷ്ടപ്പെടുന്നവർ ഫൽയുഹാഫിൽ അലാ ഹഉലാഇ സ്വലവാത്ത് ഹൈസ യുനാദി ബിഹിന്ന. നമസ്കാരത്തിനുള്ള ബാങ്ക് എവിടെ വെച്ചാണോ വിളിക്കുന്നത് അങ്ങോട്ടേക്ക്, അഥവാ പള്ളിയിലേക്ക്, അവിടെയുള്ള നമസ്കാരത്തിന് അവർ എത്തിച്ചേരട്ടെ. നാളെ പരലോകത്തൊരു മുസ്ലിമായി റബ്ബിനെ കാണാൻ ആഗ്രഹിക്കുന്നവർ പള്ളിയിലെ ജമാഅത്ത് നമസ്കാരങ്ങളിൽ പങ്കെടുക്കണമെന്ന്. ഫഇന്നല്ലാഹ ശറഅ ലിനബിയിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലമ സുനനൽ ഹുദാ. അല്ലാഹു തആല പ്രവാചക ചര്യകളാണ് ഈ ഉമ്മത്തിനുള്ള മാർഗനിർദ്ദേശമായി നിയമമാക്കിയിട്ടുള്ളത്. വഇന്നഹുന്ന മിൻ സുനനിൽ ഹുദാ. പ്രവാചകൻ പഠിപ്പിച്ച സന്മാർഗ ചര്യകളിൽ പെട്ടതാണ് പള്ളിയിൽ വെച്ചുള്ള നമസ്കാരത്തിൽ ജമാഅത്തായി പങ്കെടുക്കുക എന്നത്. പള്ളിയിലെ ജമാഅത്ത് നമസ്കാരം എന്നത് സൗകര്യമുള്ള ഏതെങ്കിലും ചില ആളുകൾ മാത്രം നിർവഹിച്ചു പോകേണ്ട കേവലം ഒരു ചടങ്ങല്ല. അത് സുനനുൽ ഹുദ, പ്രവാചകന്റെ സന്മാർഗ ചര്യകളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ്. എന്നിട്ട് ആ സഹാബി പറയുന്നു, വലൗ അന്നകും സല്ലൈതും ഫീ ബുയൂതികും കമാ യുസല്ലി ഹാദൽ മുതഖല്ലിഫു ഫീ ബൈതിഹി. ജമാഅത്ത് നമസ്കാരങ്ങളിൽ പങ്കെടുക്കാത്തവർ വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്നത് പോലെയാണ് നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്നത് എങ്കിൽ ലതറക്തും സുന്നത നബിയിക്കും, നിങ്ങൾ നിങ്ങളുടെ പ്രവാചകന്റെ ചര്യയാണ് ഉപേക്ഷിക്കുന്നത്. വലൗ തറക്തും സുന്നത നബിയിക്കും ലളലൽതും. ഇത് പ്രവാചകന്റെ ഒരു സുന്നത്ത് മാത്രമല്ലേ,
എന്താ ഉപേക്ഷിച്ചാൽ എന്ന് ചോദിക്കുന്നവരോട് വലൗ തറക്തും സുന്നത നബിയിക്കും, നിങ്ങളുടെ പ്രവാചകന്റെ ഒരു സ്ഥിരമായ ഒരു സുന്നത്താണ് നിങ്ങൾ ഉപേക്ഷിക്കുന്നത് എങ്കിൽ ലളലൽതും, നിങ്ങൾ വഴികേടിൽ അകപ്പെടുന്നതാണ്. എന്നിട്ട് അദ്ദേഹം ചില കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, വലഖദ് റഅയ്തുനാ വമാ യതഖല്ലഫു അൻഹാ ഇല്ലാ മുനാഫിഖുൻ മഅലൂമുൻ നിഫാഖ്, അറിയപ്പെട്ട നിഫാഖുള്ള കപട വിശ്വാസി അല്ലാത്ത മുഴുവൻ ആളുകളും ഞങ്ങളുടെ കാലത്ത് ജമാഅത്ത് നമസ്കാരങ്ങളിൽ പങ്കെടുത്തിരുന്നു എന്ന് ആ സ്വഹാബി വിശദീകരിക്കുന്നു. എത്രത്തോളം വലഖദ് കാന റജുലു യുഅതാ ബിഹി യുഹാദാ ബൈന റജുലൈനി ഹത്താ യുഖാമു ഫി സ്വഫ്, ഒരു രോഗിയായ വ്യക്തി രണ്ടാളുകളുടെ ചുമലിൽ കൈവച്ചുകൊണ്ടെങ്കിലും നമസ്കാരത്തിന് ആ സ്വഫിലേക്ക് എത്തുന്നത് ഞങ്ങൾക്കിടയിലെ പതിവ് കാഴ്ചയായിരുന്നു എന്ന് മഹാനായ ആ സ്വഹാബി വിശദീകരിക്കുന്നത് ഇമാം മുസ്ലിം രേഖപ്പെടുത്തുന്ന ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ജമാഅത്ത് നമസ്കാരം അതിൻ്റെ പ്രാധാന്യം എത്രത്തോളം വലുതാണ് എന്ന് പ്രവാചക നിർദ്ദേശങ്ങളെ ജീവിതത്തിലേക്ക് അനുവർത്തിച്ച സ്വഹാബത്തിന്റെ ഈ നിലപാടുകളിൽ നിന്ന്, അവരുടെ മനോഭാവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് മുസ്ലിമീങ്ങളായ നമ്മൾ 10 വയസ്സ് മുതൽ നമസ്കാരത്തിന്റെ വിഷയത്തിൽ വീഴ്ച കാണിക്കുന്ന കുട്ടികളെ പ്രഹരിക്കണം, അതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തണം എന്ന് പഠിപ്പിക്കപ്പെട്ട സമുദായം പേരക്കുട്ടികളുടെ കൈപിടിച്ച് മദീന പള്ളിയിലെ ജമാഅത്ത് നമസ്കാരത്തിന് കടന്നു വന്ന ലോകഗുരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രമോർക്കുന്ന നമ്മൾ ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് മുഅദ്ദബായ കുട്ടികളെ, പള്ളിയിൽ ഓടിച്ചാടി നടന്ന് പള്ളിയിലുള്ള ആളുകൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന കുട്ടികളല്ല, മറിച്ച് പള്ളിയിൽ എങ്ങനെ പെരുമാറണമെന്ന് തിരിച്ചറിവുള്ള കുട്ടികളെ, ആ കുട്ടികളെ പള്ളിയിൽ സ്ഥിരമായി കൊണ്ടു നടക്കുകയും ജമാഅത്തിൽ പങ്കെടുപ്പിക്കുകയും പ്രായപൂർത്തിയാകുന്നതോടുകൂടി നിർബന്ധ സ്വഭാവത്തിൽ പള്ളിയിലെ ജമാഅത്തിൽ പങ്കെടുക്കുന്ന ഒരു രീതി തീർച്ചയായും നമ്മുടെ ഉമ്മത്തിന്റെ ഒരു ശിആറാണ്, ഒരു മഹല്ലിന്റെ ശിആറാണ്, പ്രവാചകന്റെ സുനനുൽ ഹുദ, പ്രവാചകന്റെ സന്മാർഗ ചര്യയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം വിഷയങ്ങൾ പ്രമാണത്തിന്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഊസികും സാനിയൻ ബിതഖ്വല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. പുതിയ ഒരു ഹിജ്റ വർഷത്തിലാണ് നമ്മൾ. ഹിജ്റ കലണ്ടർ പ്രകാരം വർഷത്തിലെ 12 മാസങ്ങളിലെ ഒന്നാമത്തെ മാസം മുഹറമാണ്. ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ വിശദീകരിച്ചതുപോലെ മുസ്ലിമീങ്ങൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കാലം മുതൽ ഉപയോഗപ്പെടുത്തുന്ന ഹിജ്റ കലണ്ടർ അത് തുടങ്ങുന്നത് പവിത്രമായ മുഹറം മാസം കൊണ്ടാണ്. അത് അവസാനിക്കുന്നത് പവിത്രമായ മറ്റൊരു മാസത്തിലൂടെ, അഥവാ ദുൽഹിജ്ജ മാസത്തിലൂടെയാണ്. ആ മുഹറം മാസവുമായി ബന്ധപ്പെട്ട് മുഹറം മാസത്തെ സംബന്ധിച്ച് ഹദീസുകളിൽ പ്രയോഗിച്ചത് ഷഹറുല്ലാഹ്, അള്ളാഹുവിൻ്റെ മാസം എന്നാണ്. ആ മാസത്തിലെ 9-10 ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കുക എന്നത് പ്രവാചക ചര്യയാണ്. മുഹറം 10 ആ ദിവസത്തിലെ നോമ്പിന് ആശൂറാ എന്നാണ് പറയുക. ആശൂറാ നോമ്പ് ഇസ്ലാമിൻ്റെ ആദ്യകാലത്തെ നിർബന്ധമായ നോമ്പായിരുന്നു. മക്കയിൽ ജീവിക്കുന്ന വേളയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ആ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു എന്ന് മാത്രമല്ല, നിർബന്ധ സ്വഭാവത്തിലുള്ള ആ നോമ്പ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചെറിയ കുട്ടികളെ കൊണ്ട് ഞങ്ങൾ നോമ്പെടുപ്പിച്ചിരുന്നു എന്ന് ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഹദീസുകളിൽ കാണാൻ സാധിക്കും. എന്നാൽ പിൽക്കാലത്ത് പ്രവാചക ജീവിതത്തിലെ ഹിജ്റ സംഭവിക്കുന്നു. ഹിജ്റ 2-ാം വർഷമാണ് റമളാൻ മാസത്തിലെ നോമ്പ് ഈ ഉമ്മത്തിന് നിർബന്ധമാകുന്നത്.
ആ ഒരു നോമ്പ് നിർബന്ധമായതോടുകൂടി നടപ്പിൽ വന്നതോടുകൂടി ആശുറാ നോമ്പ് ഫർളാണ്, വുജൂബാണ് എന്ന അതിൻ്റെ ആ ഒരു നയത്തിൽ നിന്ന് മാറുകയും പിന്നീട് അങ്ങോട്ട് അത് സുന്നത്തായ നോമ്പായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയതും സ്വഹാബത്ത് നിർവഹിച്ചതും. ആ ആശുറാ നോമ്പിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹ്തസിബു അലല്ലാഹ് അൻ യുകഫിറ സനത അല്ലതി ഖബ്ലഹു. ഒരു വർഷം മുമ്പുള്ള ജീവിതത്തിൽ സംഭവിച്ചു പോയ, അറിഞ്ഞും അറിയാതെയും സംഭവിച്ച ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടാൻ നിമിത്തമാണ് ഈ നോമ്പ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. പ്രവാചകൻ റമളാനിലെ നോമ്പ് നിർബന്ധമാകുന്നതിന് മുമ്പും ശേഷവും ഈ ഒരു നോമ്പ്, സുന്നത്തായ ഈ നോമ്പ് കൃത്യതയോടെ നിർവഹിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും. മറ്റൊന്ന് മുഹറം 9 നോമ്പാണ്. അതിന് താസുആ എന്നാണ് പറയുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തിയപ്പോൾ മദീനയിലുള്ള ആളുകളും ഈ ഒരു നോമ്പ്, യഹൂദികളും ക്രൈസ്തവ സമൂഹവും മുഹറം 10 വലിയ പ്രാധാന്യത്തോടു കൂടി ആചരിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കുന്നു, എന്താണ് നിങ്ങൾക്ക് ഈ ദിവസവുമായി ബന്ധപ്പെട്ട പ്രത്യേകത? അവർ പറഞ്ഞു, ഈ ദിവസമാണ് മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനിന്റെ കിരാത ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടത്. അതുകൊണ്ട് അതിൻ്റെ ആദരവായി, അതിൻ്റെ നന്ദി പ്രകടനമായി ഞങ്ങൾ നോമ്പ് നോൽക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നിങ്ങളെക്കാൾ മൂസാ നബിയോട് ആദർശപരമായ ബന്ധമുള്ളത് ഞങ്ങളാണ്, അതുകൊണ്ട് ഞങ്ങൾ ആ നോമ്പ് നോൽക്കുന്നവരാണ്, ഇനിയും നോൽക്കുമെന്നാണ്. പക്ഷെ പിന്നീട് പിൽക്കാലങ്ങളിൽ മുസ്ലിം സമുദായത്തിന് ഫത്ഹ് ഉണ്ടാകുന്നു, മുസ്ലിം സമുദായത്തിന് ആധിപത്യമുണ്ടാവുന്നു, സാമൂഹികമായി മുസ്ലിം സമുദായം മേൽക്കോയ്മ നേടുന്ന സാഹചര്യമുണ്ടായപ്പോൾ ഈ ഉമ്മത്ത് മറ്റുള്ളവരെ പോലെയല്ല. അവർ അടിമുടി എല്ലാ വിഷയങ്ങളിലും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ്. സെമിറ്റിക് മതങ്ങളിൽ നിന്ന് പോലും ഇസ്ലാം എന്ന മതത്തിന് ഓരോ വിഷയങ്ങളിൽ വ്യത്യാസങ്ങളുണ്ട്, അതിന് വേറിട്ട ചില രീതികളുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹ്യിന്റെ അടിസ്ഥാനത്തിൽ സ്വഹാബത്തിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് ജൂത ക്രൈസ്തവ സമൂഹത്തോട് എതിരാവുക എന്ന നിലക്ക് ഈ ഉമ്മത്തിന് ചില നിർദ്ദേശങ്ങൾ നൽകിയത്. ഇപ്പം നര ബാധിച്ചാൽ നിങ്ങൾ ആ നരച്ച മുടി കറുപ്പല്ലാത്ത നിറം കൊണ്ട് നിറം മാറ്റണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ആ നിർദ്ദേശം ജൂത ക്രൈസ്തവ സമൂഹം അത് ചെയ്യാറില്ല, നിങ്ങൾ ചെയ്യണം എന്ന സ്വഭാവത്തിൽ പറഞ്ഞതാണ്. അതേപോലെ ഈ അത്താഴം കഴിക്കുന്ന വിഷയം, അത് നിങ്ങൾ അതിന് ബർക്കത്തുണ്ട്, അതിൻ്റെ പ്രത്യേകതകളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ റസൂലുള്ളാഹി പറഞ്ഞത്, നമ്മൾ അത്താഴം കഴിക്കുന്നവരാണ്, അവർ അത്താഴം കഴിക്കാത്തവരാണ്. ജൂത ക്രൈസ്തവ സമൂഹം അത്താഴം കഴിക്കാത്തവരാണ്. അപ്പൊ അവരെ പോലെ നമ്മൾ ആവരുത്, നമ്മൾ അത്താഴം കഴിക്കുന്നവരാവണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. അതേപോലെ മുസ്ലിമീങ്ങളായ പുരുഷന്മാർ താടി വളർത്തുന്ന വിഷയം, ആ വിഷയത്തിലും മുസ്ലിമിനെ വേറിട്ട് കാണണം. ഒരു മുസ്ലിമിനെയും അമുസ്ലിമിനെയും വേറിട്ട് മനസ്സിലാകണം. ഇവനാണോ മുസ്ലിം, അവനാണോ മുസ്ലിം, അത് വേറിട്ട് കാണും വിധം അയാളുടെ മുഖത്ത് ഇസ്ലാമിന്റെ അത്തരം ശിആറുകൾ, അത്തരം സുന്നത്തുകൾ, അത്തരം രീതികൾ അത് ഉണ്ടാകണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചു. ഇതൊക്കെ എന്താണ്, ഫണ്ടമെന്റലിസമാണോ? അത് ആ നിലയ്ക്ക് ചില ആളുകൾ ഇത്തരം സുന്നത്തുകൾ പറയുമ്പോൾ പ്രയാസപ്പെടാറുണ്ട്. ഇത് ഈ ഉമ്മത്ത് സമുദായത്തിൽ വേറിട്ട് നിൽക്കണം. ഒഴുക്കിനൊത്ത് നീന്തേണ്ടവരല്ല നമ്മൾ. സമൂഹത്തിലുള്ള ചപ്പു ചവറുകളെ പോലെ ഈ മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോകേണ്ടവരല്ല നമ്മൾ. നമ്മളൊരു നിലപാടുള്ളവരാണ്, ഒരു നയമുള്ളവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ആ പഠിപ്പിച്ച പാഠങ്ങളുടെ അനുബന്ധമാണ് ഈ ആശുറാ. അവര് നോമ്പനുഷ്ഠിക്കുകയോ ആചരിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ നമ്മൾ അവരെ പോലെ ആയിക്കൂടാ. അതിൻ്റെ മുമ്പോ പിമ്പോ നമ്മളും നോമ്പ് നോൽക്കേണ്ടതുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് പറഞ്ഞത്, ഫഇദാ കാനൽ ആമുൽ മുഖ്ബിൽ ഇൻഷാ അല്ലാഹ് സുന്നാ യൗമു താസി, അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് ഞാൻ മുഹറം 9 നോമ്പനുഷ്ഠിക്കുമെന്ന്. പക്ഷേ റസൂൽ സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത മുഹറം ആകുന്നതിന് മുമ്പ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. റസൂലുള്ള നോൽക്കണം എന്ന് ആഗ്രഹിച്ചത് മാ ഹമ്മ ബിഹി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ സുന്ന, പ്രവാചകൻ ആഗ്രഹിച്ച ഉദ്ദേശിച്ച കാര്യങ്ങൾ അതും സുന്നത്താണ്. റസൂൽ ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ സുന്നത്ത് എന്ന് ചോദിക്കേണ്ടതില്ല. റസൂലുള്ള ആഗ്രഹിച്ചതാണോ അതും സുന്നത്തിൽപ്പെട്ടതാണ്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹറം 9 നോമ്പ് നോൽക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ആ ആഗ്രഹം കൂടപ്പിറപ്പുകളോട് തൻ്റെ കൂടെയുള്ള സ്വഹാബത്തിനോട് അത് പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ആ നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹറം 9 നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതിനർത്ഥം മുഹറം 10 നമ്മൾ നോൽക്കേണ്ടതില്ല, 9 നോറ്റാൽ മതി എന്നല്ല. മുഹറം 10 അതിൻ്റെ കൂടെ മുഹറം 9, അങ്ങനെ താസുആ, ആശൂറാ 2 ദിവസമാണ് ഈ മാസത്തിലെ സുന്നത്തായ നോമ്പുകളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. സുന്നത്താണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നാളെ പരലോകത്ത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടും വിധം നമ്മുടെ കർമ്മങ്ങളുടെ കൂട്ടത്തിൽ തുലാസിന് കനം തൂങ്ങുക നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളായിരിക്കും എന്ന തിരിച്ചറിവിൽ അണുമണി തൂക്കം നന്മ ചെയ്തവർക്ക് അത് നാളെ പരലോകത്ത് കാണാം, അതിന്റെ ഗുണം അനുഭവിക്കാം എന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ ഓർത്തുകൊണ്ട് ഈ വിഷയങ്ങളിലുള്ള സുന്നത്തുകൾ അറിയാനും പഠിക്കാനും പകർത്താനും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനും നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, വിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസും സ്വഹാബിമാർ എങ്ങനെ ജീവിതത്തിൽ പകർത്തിയോ ആ രീതിയിൽ പഠിച്ച് ഉൾക്കൊണ്ട് മാതൃകായോഗികളായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രയാസങ്ങളും വിഷമതകളും ക്ലേശങ്ങളുമായി കഴിഞ്ഞുകൂടുന്ന ധാരാളം ആളുകളുണ്ട്. ഏവർക്കും നീ ആഫിയത്തും ശിഫയും റഹ്മത്തും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, അപകട മരണങ്ങളിൽ നിന്ന്, ആകസ്മിക ദുരന്തങ്ങളിൽ നിന്ന്, താങ്ങാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ രക്ഷയും കാവലും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അവർക്കും ഞങ്ങൾക്കും ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ ഹലാലായ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പൂവണിയുന്ന ദുനിയാവിൻ്റെ ഹസനത്തുകൾ ആസ്വദിക്കുവാനും അനുഭവിക്കുവാനുമുള്ള ആനന്ദങ്ങൾ ഞങ്ങൾക്ക് നീ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ, ബന്ധങ്ങളിൽ, ജീവിതോപാധികളിൽ ഞങ്ങൾക്ക് നീ ഇണക്കവും ഐശ്വര്യവും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ. മുസ്ലിമായതിൻ്റെ പേരിൽ രാജ്യത്തിനകത്തും പുറത്തും പീഡിതരായി കഴിയുന്ന 10,000-കണക്കിന് ആളുകളുണ്ട്. ഫലസ്തീൻ അടക്കമുള്ള പ്രവിശ്യകളിൽ മുസ്ലിം സമുദായത്തിൻ്റെ നിലവിളികളും രോദനങ്ങളുമാണ് ഉയരുന്നത്. അല്ലാഹുവേ, ഏവരുടെയും ജീവിതത്തിൽ ശാശ്വതമായ സമാധാനവും പരിഹാരവും നൽകി അവർക്കും ഞങ്ങൾക്കും ഇസ്സത്തോടു കൂടി ജീവിക്കുവാനുള്ള അവസരം നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ وهب لنا من لدنك رحمة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.